Hello students, welcome back. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് എനർജീസ് ഓഫ് ഓർബിറ്റൽസ് ആണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ് പഠിച്ചു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ റിമൈനിങ് ആയിട്ടുള്ളത് എനർജീസ് ഓഫ് ഓർബിറ്റൽസും അതേപോലെ ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസും ആണ്. അത് രണ്ടും നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യും. അതോടുകൂടി ഈ ചാപ്റ്റർ ഫിനിഷ് ആവും. ഓക്കെ, അപ്പോൾ എനർജീസ് ഓഫ് ഓർബിറ്റൽസ്. അപ്പോൾ ഇതിൽ ഒരു ഓർബിറ്റലിൻ്റെ ഓർബിറ്റിൻ്റെ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. EN = -RH ഇൻറ്റു ഒരു ഓർബിറ്റിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജി. ഓർബിറ്റലിൻ്റെ എനർജി എന്ന് വെച്ചാൽ എന്താ? ഓർബിറ്റൽ ഈസ് എ 3-dimensional സ്പേസ് അറൌണ്ട് ദ ന്യൂക്ലിയസ് വേർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇസ് മാക്സിമം ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി തന്നെയാണത്, ആ ഓർബിറ്റലിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ എനർജി. ഇതായിരുന്നു ഒരു ഓർബിറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ഓർബിറ്റലിൻ്റെ എനർജീസ് എങ്ങനെയാണ്, അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ രണ്ട് കാറ്റഗറി ഉണ്ട് നമുക്ക്. ഒന്ന് ഹൈഡ്രജൻ, വൺ ഈസ് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് വെച്ചാൽ 1 ഇലക്ട്രോൺ സ്പീഷീസ്, ഒരു ഇലക്ട്രോൺ ഉള്ള ആളുകൾ. ഇതൊരു കാറ്റഗറിയാണ്. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? He+, അല്ലേ? He+ ആവാൻ ബുദ്ധിമുട്ടാണ്. He+ ഉണ്ടെങ്കിൽ അത് Li2+, അല്ലേ? ലിഥിയം അറ്റോമിക് നമ്പർ 3, 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ലിഥിയം 2+, 1 ഇലക്ട്രോൺ ആണ് Be3+, Be4+ പോലെയുള്ള സ്പീഷീസുകളൊക്കെ 1 ഇലക്ട്രോൺ സ്പീഷീസാണ്. ഹൈഡ്രജനും 1 ഇലക്ട്രോൺ സ്പീഷീസാണ്. ഹൈഡ്രജൻ മാത്രമേ 1 ഇലക്ട്രോൺ സ്പീഷീസ് ആയിട്ടുള്ള ആറ്റം ഉള്ളൂ, മറ്റതൊക്കെ അയോണുകളാണ്. ഓക്കെ, വളരെ ചുരുങ്ങിയ ആളുകൾ. ഇവരുടെ പ്രത്യേകത, ഇവർക്ക് 1 ഇലക്ട്രോണേ ഉള്ളൂ. മറ്റാളുകൾക്കൊക്കെ 1-ൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ട്. ഈവൻ ഹീലിയത്തിൽ വരെ 2 ഇലക്ട്രോൺ ഉണ്ട്. ലിഥിയത്തിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 3 ഇലക്ട്രോണിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോഴാണ് അത് ലിഥിയം 2+ എന്ന് പറയുന്ന 1 ഇലക്ട്രോൺ സ്പീഷീസ് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ആറ്റങ്ങളിലൊക്കെ ഇലക്ട്രോണും തമ്മിലുള്ള റിപ്പൽഷൻ ഉണ്ടാവും. ഹൈഡ്രജൻ്റെ പ്രത്യേകത അവിടെ ഒരു പ്രോട്ടോണേ ഉള്ളൂ. മറ്റതിലൊക്കെയോ ഇപ്പോൾ ലിഥിയം 2+ എടുത്താൽ അവിടെ 3 അറ്റോമിക് നമ്പർ. ഇവിടെ 3 പ്രോട്ടോണും 1 ഇലക്ട്രോണും ആണ്. അതുകൊണ്ടാണ് 2+ വന്നത്. ഇതിന് 3+ഉം ഇതിന് 1-ഉം, അങ്ങനെയാണ് 2+ വരുന്നത്. ഹൈഡ്രജൻ്റെ പ്രത്യേകത അവിടെ ഒരു പ്രോട്ടോണേ ഉള്ളൂ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ആറ്റങ്ങളിലും എക്സെപ്റ്റ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഓൾ ദ സ്പീഷീസ് എക്സെപ്റ്റ് 1 ഇലക്ട്രോൺ സ്പീഷീസ്, ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്, അവിടെ എല്ലാം ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ടാവും. റിപ്പൽഷൻ കൂടുമ്പോൾ എപ്പോഴും മനസ്സിലാക്കാം, കെമിസ്ട്രിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റെബിലിറ്റി. ഓക്കെ, സ്റ്റെബിലിറ്റി ഓൾവേസ് ഒപ്പോസസ് എനർജി. എനർജിക്ക് നേരെ ഓപ്പോസിറ്റാണ്. എനർജി കൂടിയാൽ അവരെന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി കുറക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യും? പങ്കെടുക്കും. എന്ന് വെച്ചാൽ എന്തെങ്കിലും റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റെബിലിറ്റി എപ്പോഴും എനർജിക്ക് ഒപ്പോസിറ്റാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്, റിയാക്ടിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എനർജി. ഓക്കെ, ഇത് ആക്ച്വലി എന്താണ്? പ്രപ്പോർഷണാലിറ്റി പറയുകയാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. റിയാക്ടിവിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷൻ. എനർജി കൂടിയാൽ റിയാക്ടിവിറ്റി എന്തെങ്കിലും കൂടും. അട്രാക്ഷൻ കൂടിയാൽ, ഞാൻ എല്ലാം പ്രപ്പോർഷനായിട്ട് പറയാം, അട്രാക്ഷൻ കൂടിയാൽ സ്റ്റെബിലിറ്റി കൂടും. സ്റ്റെബിലിറ്റി കൂടുമെന്ന് വെച്ചാൽ എന്താ? എനർജി കുറയും. അട്രാക്ഷൻ കൂടുമ്പോൾ എനർജി കുറയും. എനർജി കുറഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, അതേപോലെ റിപ്പൽഷൻ കൂടിയാൽ, അട്രാക്ഷൻ എന്ന് വെച്ചാൽ പിടിച്ചു നിർത്തുകയാണ്, അപ്പോൾ അവർ സ്റ്റേബിൾ ആവുകയാണ്. റിപ്പൽഷൻ കൂടിയാൽ അവിടെ എനർജി കൂടും, റിപ്പൽ ചെയ്യണം, തട്ടിത്തെറിപ്പിക്കും. അപ്പോൾ എന്തായിരിക്കും? സ്റ്റെബിലിറ്റി കുറയും. ഇത്രയും കാര്യങ്ങൾ പല സ്ഥലമുണ്ട്. ഇത് ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ളതൊന്നുമല്ല. മീൻസ് ഇതൊരു ജനറൽ ഐഡിയ ആണ്, ഒരു കോമൺ അവെയർനെസ്. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു ഇൻ കെമിസ്ട്രി, ഓൾ കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ എനർജി, സ്റ്റെബിലിറ്റി, റിയാക്ടിവിറ്റി, എനർജി, അട്രാക്ഷൻ, സ്റ്റെബിലിറ്റി, എനർജി, റിപ്പൽഷൻ, എനർജി സ്റ്റെബിലിറ്റി റിലേഷൻസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ റിപ്പൽഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എനർജീസിൽ ചേഞ്ച് ഉണ്ടാവും, എനർജി കൂടും. ഓക്കെ, അപ്പോൾ ആ എനർജീസിൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പലതായിരിക്കും. എന്നാൽ 1 ഇലക്ട്രോൺ സ്പീഷീസിൽ ആ പ്രശ്നമല്ല, 1 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഏത് ഷെല്ലിലാണോ അത് നിൽക്കുന്നത് അതിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ്
the value, the energy of hydrogen like species, one electron species and hydrogen depends only on the value of n. എന്നിൻ്റെ വാല്യൂവിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്നിൻ്റെ വാല്യൂവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന എന്നിൻ്റെ വാല്യൂവിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എനർജി ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ n എന്താവുമ്പോഴാണ്, അതായത് ഹയർ ദ n value, higher the energy എന്ന് പറയുമ്പോൾ വ്യക്തമാകുന്ന മറ്റു കാര്യങ്ങളുണ്ട്. ലോവർ ദ n value, lower the energy. Equal the n value, equal the energy, similar the energy. അപ്പോൾ n എന്ന് വെച്ചാൽ എന്താ, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആണ്. 1s-ന്റെ n എന്താ, 1s-ന്റെ n 1 ആണ്. 2s-ന്റെ n എന്താ, 2s-ന്റെ n 2 ആണ്. ഓക്കെ. 3p-ന്റെ n എന്താ, 3p-ന്റെ n 3 ആണ്. ഓക്കെ. അപ്പോൾ 2p-ന്റെ അതെന്താ, 2p-ന്റെ n 2 ആണ്. അപ്പോൾ n ഈക്വൽ ആയാൽ ഈക്വൽ എനർജിയാണ്. അപ്പോൾ 2pക്കും 2s-നും ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൽ സെയിം എനർജിയാണ്. 1s-നോ 1s-ന് അതിനേക്കാൾ കുറവാണ്. 3pക്കോ 3pക്ക് അതിനേക്കാൾ കൂടുതലാണ്, കാരണം n = 3 ആണ്. അപ്പോൾ 3s-നോ ഈക്വൽ എനർജിയാണ് ഇതുമായിട്ട്, പക്ഷേ ഇതിനേക്കാൾ കൂടുതലാണ്. 3dക്കോ ഈക്വൽ എനർജിയാണ്, കാരണം ഇതിനൊക്കെ എന്താണ്, n = 3 ആണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണോ, ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണോ, അവിടെ n വാല്യൂ മാത്രം നോക്കിയാൽ മതി. സോ ദ ഓർഡർ ഓഫ് എനർജി ഓർഡർ follows 1s less than 2s will be is equal to 2p because the same n value it is less than 3s is equal to 3p is equal to 3d and that is less than 4s is equal to 4p is equal to 4d is equal to 4f. മനസ്സിലായോ? അപ്പോൾ അവിടെ നമ്മൾ ദിസ് ഈസ് ദ എനർജി ഓർഡർ ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെ ഞാനൊരു എനർജി ലെവൽ ഡയഗ്രമായിട്ട് ഒരു ഡയഗ്രമായിട്ട് വരക്കാൻ പോകുന്നു. I am just plotting energy here. Energy is plotted here. Okay. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു 1s ഓർബിറ്റൽ, ഇവിടെ 1s. അതിനേക്കാളും എനർജി ആർക്കുണ്ട്, 2s-നുണ്ട്. അതിനോട് സിമിലർ എനർജി ആർക്കുണ്ട്, p നമ്മൾ ഇവിടെ വരക്കാം. അതിനോട് സിമിലർ എനർജി ആർക്കുണ്ട്, 2pക്കുണ്ട്. ഓക്കെ. പിന്നെ ഇത് 3s, ഇത് 3p, ഇത് 3d. അവർക്ക് എല്ലാവർക്കും ഒരേ എനർജിയാണ്. ഇത് 3s, ഇത് 3p, ഇതെന്താണ് 3d ആണ്. ഓക്കെ. ഇനി നിങ്ങൾ 4s, 4p, 4d, 4f. s എല്ലാം ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ വരച്ചിട്ടുണ്ട്. p എല്ലാം ഇവിടെ. ഓക്കെ. p ഒക്കെ എവിടെയാണ്, p എല്ലാം ഇവിടെയാണ്. s എല്ലാം ഇവിടെ, d എല്ലാം ഇവിടെ, 2d ഇല്ല, f എല്ലാം ഇവിടെ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് 4s ആൻഡ് ദിസ് ഈസ് 4p ആൻഡ് ദിസ് ഈസ് 4d ആൻഡ് ദിസ് ഈസ് 4f, ദിസ് ഈസ് 4f. ഓക്കെ. അപ്പോൾ എനർജി ഇങ്ങനെ കൂടുന്നുണ്ടല്ലേ, ഇതെല്ലാം സെയിം n വാല്യൂ ആണ്. ഇവിടെ എന്താ, ഇവിടെ n is equal to 1, ഇവിടെയോ n is equal to 2, ഇവിടെയോ n is equal to 3, ഇവിടെയോ n is equal to 4, അടുത്തതോ n is equal to 5, അങ്ങനെ വരും. അപ്പോൾ n വാല്യൂ സെയിം ആകുമ്പോൾ സെയിം എനർജി ആയിട്ട് വരുന്നതാണ് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ബട്ട് ഇഫ് യു ടേക്ക് എ മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള ആറ്റങ്ങളോ അയോണുകളോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ രണ്ടാമത്തെ കേസ് ഇൻ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം, മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസസ് എന്ന് വെച്ചാൽ ഏതും ആറ്റമായിക്കോട്ടെ, ഹീലിയം. ഓക്കെ. ഇപ്പോൾ ഇനി നിങ്ങൾ Mg2+, Mg2+ എന്ന് പറഞ്ഞാൽ എന്താ, Mg2+ എന്ന് പറഞ്ഞാൽ അവിടെ അയോൺ ആണ്. ഓക്കെ. Mgന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ 10 ഇലക്ട്രോൺ ഉണ്ടാവും.
ഓക്കെ, അയോൺ ആയിക്കോട്ടെ അതേപോലെ ആറ്റങ്ങളായിക്കോട്ടെ, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടോ അത് മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. ദാറ്റ് ഈസ് മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസ്. മനസ്സിലാവുന്നുണ്ടോ? ആ സ്പീഷീസിൽ ദ എനർജി ഡിപ്പെൻഡ്സ് ഓൺ both the values of n and l. അത് നിൽക്കുന്ന സബ്ഷെല്ലിനെ കൂടി അത് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. എൽ എന്ത് സബ്ഷെല്ല് തരും, എൻ ഷെല്ല് തരും. കാരണം അവിടെ ഇലക്ട്രോൺ റിപ്പൽഷൻ ഒക്കെ ഉള്ളത് കൊണ്ടാണ് എനർജി വാരി ചെയ്യുന്നത്. ദർ ഈസ് എൻ അഡീഷണൽ ഇലക്ട്രോൺ റിപ്പൽഷൻ, അഡീഷണൽ ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ട്. മറ്റതുമായിട്ടുള്ള ഡിഫറൻസ് ആണ്. സോ ദ എനർജി മേ വേരി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ ദാറ്റ് ഇറ്റ് ബിലോങ്സ് ടു. ഓക്കെ, അപ്പോൾ രണ്ട് ആളുകൾ രണ്ട് ഓർബിറ്റലുകളിലൊക്കെ ആയിരിക്കും, രണ്ട് ഇലക്ട്രോണിൻ്റെ രണ്ട് ഓർബിറ്റലുകളിലൊക്കെ ആയിരിക്കും. മറ്റൊരു ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതായത് ഷെല്ലിൽ നിന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് ഹിയർ വി ഫോളോസ് എ റൂൾ ദാറ്റ് ഈസ് കോൾഡ് n+l റൂൾ. n+l rule. Okay, it is proposed by Erwin Madelung. Okay, NCERT ൽ പറയുന്നില്ല. So this is also called Madelung rule. പ്രപ്പോസ് ചെയ്ത ആളുടെ പേരിൽ. And it is also called diagonal rule. ഡയഗണൽ റൂൾ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പം അതിനവിടെ ലീവ് ചെയ്യാം. ഡയഗണൽ റൂൾ, n+l റൂൾ ഓർ മേഡലങ് റൂൾ ഓർ ഡയഗണൽ റൂൾ. ജനറലി ഇറ്റ് ഈസ് കോൾഡ് n+l റൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഒരു 2s ഓർബിറ്റൽ എടുക്കുക. 2s 2p. ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിലും ഇവർക്ക് സെയിം എനർജി ആയിരുന്നു. ഇനി ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? എന്നിൻ്റെ വാല്യൂ 2. എന്നിൻ്റെ വാല്യൂ 2. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ 0. ഇവിടെ എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ 1. ഇവിടെ n+l എത്രയാണ്? n+l ഈസ് ഈക്വൽ ടു 2. ഇവിടെ n+l എത്രയാണ്? n+l ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ആർക്കാ ഹയർ എനർജി? എനർജി ഓഫ് 2p ഈസ് ഗ്രേറ്റർ ദാൻ എനർജി ഓഫ് 2s. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഹയർ ദ n+l വാല്യൂ ഹയർ ദ എനർജി. ഓക്കെ, ഫസ്റ്റ് റൂള് n+l റൂളിലെ ഫസ്റ്റ് വൺ. ഹയർ ദ n+l വാല്യൂ ഹയർ ദ എനർജി. അല്ലെങ്കിൽ എന്ത് പറയും? ലോവർ ദ n+l വാല്യൂ ലോവർ ദ എനർജി. ഹയർ ദ n+l വാല്യൂ ഹയർ ദ എനർജി. എക്സാമ്പിൾ, 2p is having energy of 2p is greater than energy of 2s. Okay, 2p എന്താണ്? 2p is having n+l is equal to 3 and 2s is having belongs to the same shell. n+l is equal to 2. So 2p is having higher energy than 2s. ഇനി ചില ആളുകൾക്ക് ഒരേ വാല്യൂ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളൊരു ഓർബിറ്റൽ എടുക്കാം, ഈക്വൽ the n+l value, that means if two orbitals have same n+l value, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാം? ലെറ്റ്സ് ടേക്ക് 3s. ഓക്കെ, ലെറ്റ്സ് ടേക്ക് 2p. 3s and 2p. 3sന്റെ n-ന്റെ വാല്യൂ 3, ഇതിന്റെ n-ന്റെ വാല്യൂ 2, ഇതിന്റെ l-ന്റെ വാല്യൂ എത്രയാണ്? 0, ഇതിന്റെ l-ന്റെ വാല്യൂ 1. n+l is equal to 3. ഇവിടെ n+l is equal to 3. അതാ പറഞ്ഞത് ഈക്വൽ ദ n+l വാല്യൂ. ഇവിടെ എനർജി ഓഫ് 3s is greater than energy of 2s. Then the orbital width, then the one width, then the orbital width. പിന്നെ നോക്കട്ടെ n വാല്യൂ. ഹയർ n വാല്യൂ will have higher n value will have higher energy. ഇവിടെ n വാല്യൂ ആണ് നോക്കിയത്. 3s എന്ന് പറഞ്ഞാൽ 3 കൂടുതലാണ്. ഈ 3 കൂടുതലാണ്. n+l എന്താണ്? സെയിം ആണ്.
ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഇതിൽ ഏത് ക്ലാസ്സിലേക്കാണ് അത് പോവുക എന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുന്നു. ദാറ്റ് ഈസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് 3D ആൻഡ് 4S. 3D എന്നിൻ്റെ വാല്യൂ എത്രയാണ്? n = 3, എല്ലിൻ്റെ വാല്യൂ 2. ഓക്കെ, ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇവിടെ n+l എത്രയാണ്? 5 ആണ്. ഇവിടെ n+l എത്രയാണ്? 4 ആണ്. ഇതിലാർക്കാ എനർജി കൂടുതൽ? നമ്മൾ ഇവിടുത്തെ എക്സാമ്പിൾ, അതായത് 3D എന്ന് പറയുമ്പോൾ ശരിക്കും എന്നിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ KL M ഷെല്ലാണ്. M ഷെൽ. ഓക്കെ, ഇതാണെങ്കിലോ ഇത് N ഷെല്ലാണ്. N KLM N ഷെല്ലാണ്. എന്നിട്ടും ആർക്കാണ് എനർജി കുറവ്? അതായത് എമ്മിന് ശേഷമുള്ള ഷെല്ലാണ് N, എന്നിട്ടും എനർജി കുറവ് 4Sനാണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. 4S, എനർജി ഓഫ് 4S ഈസ് ലെസ് ദാൻ എനർജി ഓഫ് 3D. അത് n+l വാല്യൂ നോക്കിയതാണ്. ദാറ്റ് ബിലോങ്സ് ടു ദിസ്. ഓക്കെ, ഈക്വൽ ആവുകയാണെങ്കിൽ യു ഷുഡ് ഫോളോ ദിസ് വൺ. സോ ഹയർ ദ n+l വാല്യൂ, ഹയർ ദ എനർജി. Equal the n+l value, then the orbital with the higher n value will have higher energy. Okay, ഏത് ഓർബിറ്റലും നിങ്ങൾക്ക് എടുക്കാം. ലെറ്റ്സ് ടേക്ക്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുത്തു 3D and 4S എന്ന് പറയുന്നത്. ഒരു റൂളും കൂടി ഉണ്ട് കേട്ടോ. ഒരു റൂളും കൂടി ഉണ്ട്. അത് അത്ര അപ്ലിക്കബിൾ അല്ല, എന്നാലും അപ്ലിക്കബിൾ അല്ല മീൻസ് അത്രയും അപ്ലിക്കേഷൻസ് ഇല്ല. നമുക്ക് വേറെ എടുത്ത് നോക്കാം. ഐ എം ടേക്കിംഗ് എ 5D ആൻഡ് 6S. 5D and 6S ആർക്കാ കൂടുതൽ എനർജി? n എടുക്കുക. n = 5. L എത്രയാണ്? 2. L എങ്ങനെ എടുക്കാം? L = 0, 1, 2, 3, S, P, D, F ഇങ്ങനെയല്ല എടുക്കുക. അപ്പോൾ D ആകുമ്പോൾ 2. അപ്പോൾ n+l = 7. ഇവിടെ n = 6, L = 0, n+l = 6. അപ്പോൾ ആർക്ക് എനർജി? 5Dക്കാണ് എനർജി. ഓക്കെ, ആൻഡ് യു ടേക്ക് 4F ആൻഡ് 5D. 4F ആൻഡ് 5D. 4F എടുത്താൽ n = 4, L = 3. ഇവിടെ 5D, n = 5, L = 2. അപ്പോൾ n+l = 7, n+l = 7 ഈക്വലായി 4Fഉം 5Dയും. നേരത്തെ അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ റൂൾ, ഈക്വൽ ദ n+l വാല്യൂ, then the one with the higher n value. Okay, so 5D is having more energy than 4F. ഓക്കെ, ഇതാണ് n+l റൂളിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകൾ. ഓക്കെ, മൂന്നാമത്തെ കാര്യം, ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്തു. ഹൈഡ്രജൻ ആറ്റം എടുത്താൽ അതിൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ എത്ര? അറ്റോമിക് നമ്പർ എത്ര? 1 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 K ഷെല്ലിലാണ്. അപ്പോൾ K ഷെല്ലിൽ ഏത് സബ്ഷെല്ലുണ്ട്? S സബ്ഷെല്ലുണ്ട്. ഓക്കെ, ആ S സബ്ഷെല്ലിൽ എന്താണ്? 1s ആണ്. അപ്പോൾ ആ 1sൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 1s1. ഓക്കെ, ഇനി ഹീലിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് പോവാണ്. ഹീലിയം അറ്റോമിക് നമ്പർ 2. ഓക്കെ, ആ 1sലേക്ക് എന്തുണ്ട്? 2 ഇലക്ട്രോണും കൊടുത്തു, 1s2. കാരണം എന്താ? ഇത് നമ്മളിങ്ങനെ 2 എന്ന് എഴുതുക. 2 എവിടെയാണ്? K ഷെല്ലിലാണ്. മനസ്സിലായില്ലേ? 1s2 ഫില്ലിംഗ് ഇപ്പോൾ പഠിക്കും. പിന്നെ റിപ്പീറ്റേഴ്സിനാണെങ്കിൽ ഓൾറെഡി അറിയാവുന്നതാണ്. +1 സ്റ്റുഡൻസും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, ലിഥിയം അറ്റോമിക് നമ്പർ 3, 1s2, 2 അവിടെ കഴിഞ്ഞ് 2s1. ഓക്കെ, എങ്ങനെയാണെങ്കിലും ഹൈഡ്രജൻ ആണ് ഏറ്റവും അറ്റോമിക് നമ്പർ കുറവുള്ളത്. ഏതെടുത്താലും ബെറിലിയം അറ്റോമിക് നമ്പർ 4, 1s ഉണ്ടാവും. 1s K ഷെല്ലില്ലാത്ത ആളുകളില്ല എന്നർത്ഥം. 1s ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ ആക്കി എടുത്തുന്നില്ല. എല്ലാ ഓർബിറ്റിലും എന്തുണ്ട്? 1s ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 1sൻ്റെ എനർജിയും ഇതിൻ്റെ 1sൻ്റെ എനർജിയും സെയിം ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം 1 പ്രോട്ടോണാണ്. ഇവിടെ 2 പ്രോട്ടോണാണ്. ഇവിടെ 3 പ്രോട്ടോണാണ്. ഇവിടെ 4 പ്രോട്ടോണാണ്. നമ്മൾ എടുക്കുന്നത് എല്ലാം K ഷെല്ലിലുള്ള 1s ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിനെയാണ്. അപ്പോൾ ഇവിടെ 4 പ്രോട്ടോൺ ഇതിനെ പിടിച്ചു വെക്കുന്നുണ്ട്. ഇതിന് 3 പ്രോട്ടോൺ പിടിച്ചു വെക്കുന്നുണ്ട്. ഇതിന് 2 പ്രോട്ടോൺ പിടിച്ചു വെക്കുന്നുണ്ട്. ഇതിന് 1 പ്രോട്ടോൺ പിടിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കേസിൽ കൂടുതൽ അട്രാക്ഷൻ അനുഭവപ്പെടുക ഇയാൾക്കാണ്. കാരണം എന്താ? കൂടുതൽ പോസിറ്റീവ് ചാർജ് ഇയാൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. എല്ലാ 1sനും ഒരേ എനർജി അല്ല. ഏത് 1s എടുത്താലും n+l വാല്യൂ സെയിം ആയിരിക്കൂലേ? ഏത് 2s എടുത്താലും അതിൻ്റെ എല്ലാം n+l വാല്യൂ സെയിം ആയിരിക്കൂലേ? നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരേ ആറ്റത്തിനകത്തുള്ള ഡിഫറെൻറ്റ് ഓർബിറ്റലാണ്. 2sഉം 2pയും ഒരേ ആറ്റത്തിനകത്ത്. ഓക്കെ, 4Fഉം 5Dയും ഒരേ ആറ്റത്തിനകത്ത്. ഇനി പറയുന്നത് ഡിഫറെൻ്റ് ആറ്റത്തിനകത്തുള്ള ഒരേ ഓർബിറ്റൽ എന്ന് വെച്ചാൽ എനർജി ഓഫ് 1s ഓഫ് ഹൈഡ്രജൻ, എനർജി ഓഫ് 1s ഓഫ്
helium. Okay. Just a minute. And ഇതൊന്ന് erase ചെയ്തോട്ടെ. And അതേപോലെ energy of oneness of lithium. Energy of oneness, എല്ലാം oneness അടുത്തത്, beryllium. And energy of oneness of boron. ഇത്രയും ആളുകളുടെ. അപ്പോൾ ഇത്രയും ആളുകളുടെ എടുക്കുമ്പോൾ the energy follows this order. അപ്പോൾ മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, തേർഡ് റൂൾ എന്ന് പറയുന്നത് the energies of same orbital, for example oneness here, orbitals decreases with the same orbitals in different atoms decreases with increase in atomic number. Atomic number കൂടുന്നതനുസരിച്ച് എനർജി കുറയും. കാരണം അട്രാക്ഷൻ കൂടുമ്പോൾ എനർജി കുറയും, സ്റ്റെബിലിറ്റി കൂടുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി വണ്ണസിനകത്തുള്ള ഹൈഡ്രജനാണ്. ഓക്കെ, ഇനി എല്ലാത്തിനും 2s നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം, എല്ലാത്തിനും 3s. അവിടെ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, എനർജി കുറയും എന്നുള്ളതാണ് n+l റൂൾ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി നമ്മൾ മുമ്പ് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതായത് നമ്മൾ റേഡിയൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ, 4πr² ψ² വേഴ്സസ് r ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നു. 4π², അതിൽ ഞാൻ ഒരു 2s ഓർബിറ്റലിൽ വരച്ചു. ഒരു 2s ഓർബിറ്റൽ ഞാൻ 2s-ൻ്റെതും 1s-ൻ്റെതും 2p-ൻ്റെതും 3s-ൻ്റെതും എല്ലാം വരച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 2s and 2p ആണ് എടുക്കുന്നത്. 2s and 2p ഒരേ ഷെല്ലാണ്. അവിടെ 1s, 2s, 3s, 2p, 3p, 3d ഇതെല്ലാം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കാം. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് 2s-ൻ്റെ എടുത്തപ്പോൾ the graph was like this. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. the graph was like this. ഇനി 2p-ൻ്റെത് എടുത്തപ്പോൾ ഇങ്ങനെയായിരുന്നു. ഇവിടെ എന്താ, 4πr² ψ² or r², ക്യാപിറ്റൽ r². ഇവിടെ വേഴ്സസ് r. ഇവിടെ 4πr² ψ² or r². ഇവിടെ നമ്മൾ p എന്നെടുത്താലും മതി, p² എന്നെടുത്താലും മതി. ഓക്കെ, ആൻഡ് വേഴ്സസ് r. ഇതാണ്, this is for 2s, this is for 2p. ഓക്കെ, അപ്പോൾ ആ കേസിൽ ഇവിടെ ഒരു നോഡ് ഉണ്ട്. ഹിയർ ഇസ് എ നോഡ് and here is a peak. There is an additional peak near the nucleus. ഒരു additional peak ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, അവിടെ ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ആ പ്രോബബിലിറ്റി ഇവിടെ ഇല്ല. There is a small additional maximum in the 2s curve. This indicates that the electrons in the 2s orbital lies little more closer to the nucleus. There lies the radius ആണ് little more closer to the nucleus than p orbital. അപ്പോൾ p ഓർബിറ്റലിനേക്കാളും കൂടുതൽ ഒരു ഇലക്ട്രോൺ പ്രോബബിലിറ്റി ന്യൂക്ലിയസിന്റെ അടുത്ത് 2s-നുണ്ട്. 2p-നേക്കാളും ഒരേ ഷെല്ലിലാണ്, ഇവർ രണ്ടുപേരും L ഷെല്ലിലാണ്. n=2 ആണ്, അതുകൊണ്ട് ഇത് L ഷെല്ലാണ്. L ഷെല്ലിലുള്ള രണ്ട് ഓർബിറ്റലിൽ തന്നെ ഈ p ഓർബിറ്റലിനേക്കാളും പ്രോബബിലിറ്റി, ഇവിടെ പ്രോബബിലിറ്റി ഉണ്ട്, പക്ഷെ അതിനേക്കാൾ ഒരു അഡീഷണൽ മാക്സിമം ഉണ്ട്. സോ ഇൻ അതർ വേർഡ്സ് ദ 2 ഇലക്ട്രോൺസ്, അതായത് ദർ ഇസ് എൻ അഡീഷണൽ മാക്സിമ. സോ this indicates that the electron, the 2 orbital, spend some of its time near to the nucleus than a 2p orbital. And in other words, a 2s orbital penetrates more towards the nucleus. Penetrates more, എന്താണ്, ന്യൂക്ലിയസിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആണ്. And that is called penetration power. Penetration. 3 പോയിന്റുകൾ പറയാൻ പോകുന്നു. എനർജിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയാം. പെനിട്രേഷൻ പവർ, ഒരു അഡീഷണൽ പോയിന്റ്സ് NCERT തന്നെ ഉള്ളതാണ് പെനിട്രേഷൻ പവർ. പെനിട്രേഷൻ പവർ മീൻസ് it is the attraction. It is the attraction towards the nucleus. ന്യൂക്ലിയസിലേക്കുള്ള അട്രാക്ഷൻ. It is the attraction towards the nucleus. മനസ്സിലായോ? അപ്പോൾ ന്യൂക്ലിയസിലേക്കുള്ള ഈ അട്രാക്ഷൻ ഒരേ ഷെല്ലിലുള്ള എസും പി എടുത്തപ്പോൾ എസിന് കൂടുതലാണ്. ആൻഡ് യു ജസ്റ്റ് മൈൻഡ് ദാറ്റ് ഫോളോസ് ദ ഓർഡർ S greater than P greater than D greater than
F. The penetration power is higher for S than P than D. F. D-നുക്കോ F-നും എന്താണ് poor penetration power ആണ്. Penetration power. S-ന് കൂടുതലാണ്. ഈ S-ന് കൂടാൻ വേറെ ഒരു കാരണമുണ്ട്. അതെന്താണ്? സ്ഫെറിക്കൽ ഷേപ്പാണ്. ഇറ്റ് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ന്യൂക്ലിയസ് ഏത് ഡയറക്ഷനിൽ കൂടെ അട്രാക്ട് ചെയ്താലും മിസ്സാവില്ല. എന്നാൽ ഡംബൽ എടുക്കുമ്പോൾ അങ്ങനെയല്ല. ഈ ഡയറക്ഷനിലില്ല, ഈ ഡയറക്ഷനിലൊന്നുമില്ല, നോഡുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ അകത്ത് മാത്രമേ നോഡുള്ളൂ, ഒരു പ്ലെയിനിലും ഇവർക്ക് നോഡില്ല. ഓക്കെ, അതായത് ആംഗുലാർ നോഡുകൾ ഇല്ലാത്ത ആളുകളാണ് എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഏത് ആംഗിൾ കൂടെ പോയാലും അവിടെ എല്ലാ ഇലക്ട്രോൺ പ്രോബിലിറ്റി ഉണ്ട്. സോ ദേ ആർ മോർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ്. സോ എസ് ഓർബിറ്റൽ ഹാസ് മാക്സിമം പെനിട്രേഷൻ പവർ ഡ്യൂ ടു സ്ഫെറിക്കൽ ഷേപ്പ്. പി ഓർബിറ്റ് അപ്പം തോന്നുന്നു പി ഓർബിറ്റലിന് 2 ഡംബലല്ലേ ഉള്ളൂ, ഡി ഓർബിറ്റലിന് 4 ഡംബലില്ലേ, എഫ് ഓർബിറ്റലിന് ഒരുപാട് ലോബുകളില്ലേ, ഡബിൾ ഡംബലില്ലേ, മറ്റേത് എഫ് ഓർബിറ്റലിന് അതിനേക്കാളും ഷേപ്പ്. പക്ഷെ ഇതെല്ലാം ഡിഫ്യൂസ്ഡ് ആണ്, ഔട്ട് ഓഫ് ദ ആക്സസ് ആണ്. ആക്സസിൽ കൂടെയല്ല. എസ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി എല്ലാ ആക്സസിൽ കൂടെയും പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ പി എക്സ് ആണെങ്കിൽ അത് ആക്സസിലാണ്, പി സെഡ് ആണെങ്കിൽ അത് ആക്സസിലാണ്, പി വൈ ആണെങ്കിൽ അത് ആക്സസിലാണ്. എന്നാൽ ഡി ഓർബിറ്റലുകൾ അധികവും ഇൻ ബിറ്റ്വീൻ ദ ആക്സസ് ഒക്കെയാണ്. അത് കുറച്ച് ഡിഫ്യൂസ്ഡ് ആണെന്ന് പറയും. എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്ന ഡയറക്ഷനിലല്ല. ആ പ്രത്യേകതകൾ കൊണ്ട് S is spherical, P is dumbbell along the axis, this is diffused, this is more diffused. Diffused ഇങ്ങനെ പരന്ന് നിൽക്കുകയാണ്, ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പല ഇങ്ങനെ വെതറി എന്താ പറയാ, എല്ലായിടത്തും ഉണ്ട്, പക്ഷെ എല്ലായിടത്തും ലൈറ്റ് ആയിട്ടേ ഉള്ളൂ. സോ ദേ ആർ മോർ ഡിഫ്യൂസ്ഡ്. ഓക്കെ, ഡിഫ്യൂസ്ഡ്. ആ ഡിഫ്യൂഷൻ ആർക്ക് കൂടുതലാണ്? ഡിഫ്യൂഷൻ കേട്ടിട്ടില്ലേ, ഇങ്ങനെ പരക്ക്. മോർ ഡിഫ്യൂസ്ഡ് ആണ് DOF. അതുകൊണ്ട് പുവർ പെനിട്രേഷൻ പവർ ആണ്. ഓക്കെ, സോ പെനിട്രേഷൻ പവർ ഫോളോസ് ദ ഓർഡർ. ഞാനിവിടെ കൺഫേം ചെയ്ത ഒരു പോയിന്റ്, പെനിട്രേഷൻ. ഫസ്റ്റ് പോയിന്റ്, പെനിട്രേഷൻ പവർ. It is the attraction towards the nucleus that follows the order S, P, D and F. If suppose I am taking an atom, ഒരു atom എടുക്കുന്നു. Suppose this is the nucleus. Okay, this is the nucleus and this is the first shell. And suppose this is the second shell, and suppose this is the third shell. അതിൽ ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഓക്കെ, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, ഓക്കെ. ഇനി ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെയൊക്കെ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ നമ്പർ നോക്കിയിട്ടില്ല. ഓക്കെ, ഇവിടെയൊക്കെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂക്ലിയസിന് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ന്യൂക്ലിയസിലേക്കുള്ള ഇലക്ട്രോണിലേക്കുള്ള ഒരു അട്രാക്ഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അട്രാക്ഷൻ സെയിം ആയിരിക്കില്ല. ഒന്ന് ഡിസ്റ്റൻസ് ആണ്, അടുത്തുള്ള ആളുകളെ കൂടുതൽ അട്രാക്ട് ചെയ്യും. കാരണം എന്താ, അതിൻ്റെ റേഞ്ചിലാണുള്ളത്. മാത്രമല്ല ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഫിക്സ്ഡ് പാത്ത് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉള്ള ഒരു പാത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഇലക്ട്രോൺ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. അതാണ് ഒരു സ്ഫെറിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിന് ശ്രദ്ധിക്കട്ടോ, ഞാനിവിടെ പോയിന്റർ എടുക്കാം. ഈ ന്യൂക്ലിയസിന് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അട്രാക്ഷനെ ഇയാളും തടയും, ഇടയിൽ നിൽക്കുന്ന എല്ലാവരും തടയും. അപ്പോൾ ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അതിന് ഇതിലേക്കുള്ള അട്രാക്ഷന് ഇടയിൽ വരുന്ന ഇലക്ട്രോൺസ് തടയും. They acting like a shield or screen. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും, അതിനെ കുറക്കും. അപ്പം ന്യൂക്ലിയസിനൊരു ചാർജ് ഉണ്ട്. ഇപ്പോൾ ഒരു സോഡിയം ആറ്റം ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ അറ്റോമിക് നമ്പർ 11 ആണ്, അവിടെ 11 പ്രോട്ടോൺസ് ഉണ്ട്. അതിന് ന്യൂക്ലിയർ ചാർജ് എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ Z ആണ്, Z11 ആണ് ന്യൂക്ലിയർ ചാർജ്. അറ്റോമിക് നമ്പർ ന്യൂക്ലിയർ ചാർജ് എന്ന് വെച്ചാൽ പ്രോട്ടോണിന്റെ ചാർജാണ്. അത് ന്യൂക്ലിയർ ചാർജ് ഓഫ് സോഡിയം ഈസ് 11+ ആണ് ന്യൂക്ലിയർ ചാർജ്. ആ കംപ്ലീറ്റ് ന്യൂക്ലിയർ ചാർജും ചിലപ്പോൾ അടുത്തുള്ള ആൾക്ക് അനുഭവപ്പെടും, പക്ഷെ ഇവിടെയുള്ള ആൾക്കോ അതിൽ കുറവുണ്ടാവും. ഇതിനുള്ളതിനേക്കാൾ കുറവുണ്ടാവും ഇതിന്. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദാറ്റ് ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ്, ഇതിന്റെ മേലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ന്യൂക്ലിയർ ചാർജ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ്
എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. സോ രണ്ടാമത്തെ പോയിന്റ് ആണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക സെഡ് എഫക്റ്റീവ് ആണ്. സെഡ് എഫക്റ്റീവ്. സെഡ് അവിടെ എന്താണ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഫക്റ്റീവ്. ഇറ്റ് ഈസ് ദ ന്യൂക്ലിയർ ചാർജ് experienced. It is a nuclear charge experienced on an electron. ഒരു ഇലക്ട്രോണിന്റെ മേലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജ്. ഇത്ര 11 പ്ലസ് ഇവിടെ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കംപ്ലീറ്റ് ചിലപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, ഇതിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ആ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ കുറക്കുന്നത് ഇടയിൽ നിൽക്കുന്ന ഇലക്ട്രോൺ. ആ ഇടയിൽ നിൽക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഒരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നു. ആ എഫക്റ്റിനെ പറയുന്ന പേരാണ് സ്ക്രീനിങ് എഫക്റ്റ് ഓർ ഷീൽഡിങ് എഫക്റ്റ്. മൂന്നാമത്തെ ഒരു സംഗതിയാണ് സ്ക്രീനിങ് എഫക്റ്റ്. സ്ക്രീനിങ് എഫക്റ്റ് ഓർ ഷീൽഡിങ് എഫക്റ്റ്. സ്ക്രീനിങ് എഫക്റ്റ് ഓർ ഷീൽഡിങ് എഫക്റ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ് സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിങ് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ, let me place this here. Okay, എന്താണെന്ന് ചോദിച്ചാൽ let me change the color. The attraction of nucleus towards an electron, majorly എന്തായിരിക്കും outer electron, is greatly reduced by the presence of inner electrons. ഇതൊക്കെ ഇന്നർ ഇലക്ട്രോൺസ് ആണ്. ഈ ഇന്നർ ഇലക്ട്രോൺ ഇതിലേക്കുള്ള അട്രാക്ഷനെ കുറക്കുന്നു. ഇന്നർ ഇലക്ട്രോൺസ്. ഓക്കെ, ഇസ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഇന്നർ ഇലക്ട്രോൺസ്. ഇറ്റ് ഈസ് കോൾഡ് സ്ക്രീനിങ് എഫക്റ്റ് ഓർ ഷീൽഡിങ് എഫക്റ്റ്. ഓക്കെ, അതിനൊന്നെങ്കിൽ എസ് അല്ലെങ്കിൽ സിഗ്മ എന്ന് കൊടുക്കുക. സ്ക്രീനിങ് എഫക്റ്റ് ഓർ ഷീൽഡിങ് എഫക്റ്റ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇസ് ഈക്വൽ ടു ഇറ്റ് ഈസ് എ ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ്ഡ് ഓൺ ആൻ ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ആ ന്യൂക്ലിയർ ചാർജിനെ കുറക്കുന്ന ആരാ? സ്ക്രീനിങ് എഫക്റ്റ് ആണ്. അപ്പൊ നമുക്ക് സെഡ് എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ഇതിന്റെ മൊത്തം ന്യൂക്ലിയർ ചാർജിൽ നിന്നും സ്ക്രീനിങ് എഫക്റ്റ് കുറച്ചാൽ മതി. അല്ലെങ്കിൽ സെഡ് എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ന്യൂക്ലിയർ ചാർജ് അറ്റോമിക് നമ്പർ മൈനസ് സ്ക്രീനിങ് എഫക്റ്റ്. ആ സ്ക്രീനിങ് എഫക്റ്റ് അങ്ങോട്ട് കുറച്ചാൽ എന്തായിരിക്കും? ഇത് രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ മെത്തേഡുകളൊക്കെ ഉണ്ട്. നമുക്കത് നീറ്റിനോ ജെയ്ക്കോ ആവശ്യമില്ല. ജെയ് അഡ്വാൻസിന് മതി. ദാറ്റ് ഈസ് കോൾഡ് സ്ലൈറ്റേഴ്സ് റൂൾ. അതിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. സ്ലൈറ്റേഴ്സ് റൂൾ. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് ഷീൽഡിംഗ് എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അറ്റോമിക് നമ്പർ നമുക്ക് അറിയാലോ. ഷീൽഡിംഗ് എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ അവിടെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഷീൽഡിംഗ് എഫക്റ്റ് വ്യത്യാസമുണ്ട്. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഷീൽഡിംഗ് എഫക്റ്റ് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. നമ്മൾ ഇവിടെ ഷീൽഡിംഗ് എഫക്റ്റ് പറഞ്ഞു, സ്ക്രീനിങ് എഫക്റ്റ് പറഞ്ഞു. ഇറ്റ് ഈസ് the attraction of the nucleus towards an electron is greatly reduced by the presence of inner electron. It is called screening effect. Screening effect ന്റെ ഓർഡർ S greater than P greater than D greater than F തന്നെയാണ്. പെനിട്രേഷൻ പവറിന്റെ തന്നെയാണ്. കാരണം ഇടയിൽ നിൽക്കുന്ന ആള് ഇവിടെ നോക്കുക, ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇടയിൽ നിൽക്കുന്നതിൽ ഒരു എസ് ഇലക്ട്രോൺ ആണെങ്കിൽ അത് സ്ഫെറിക്കൽ ആയിട്ടാണ് നിൽക്കുക. സ്ഫെറിക്കൽ. അപ്പൊ എന്താണ്? ഇവർക്ക് എല്ലാ ഡയറക്ഷനിൽ കൂടെയും എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ഡയറക്ഷനിൽ കൂടെയും ആളെ തടയാൻ പറ്റും. ഏതിൽ കൂടെ വന്നാലും ഈ അട്രാക്ഷനെ തടയാൻ പറ്റും. ഇത് എസ് ഇലക്ട്രോൺ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ആൾക്ക് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും. ഏതിലെ പോയാലും പറ്റില്ല. എന്നാൽ ഇനി ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇടയിൽ നിൽക്കുന്നത് ഒരു പി ഓർബിറ്റലാണെന്ന് വിചാരിക്കാം. പി ഓർബിറ്റൽ ആകുമ്പോൾ ഇവിടെ മാത്രമേ എന്തുള്ളൂ? ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഉള്ളൂ. ഈ ഏരിയയിൽ മാത്രമേ ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഉള്ളൂ, അല്ലേ? ഇവിടെ മാത്രമേ ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഉള്ളൂ. ബാക്കിയൊക്കെ നോഡുകളുണ്ട്. ആ നോഡുകളിൽ കൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഡി ഓർബിറ്റൽ ആണെങ്കിലോ ഡി ആൻഡ് എഫ് ആർ ഡിഫ്യൂസ്ഡ്. അവർ ആ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്ന ഡയറക്ഷനിലൊന്നുമല്ല, എവിടെയോ പരന്ന് കിടക്കുകയാണ്.
അതുകൊണ്ട് അവർ ദേ ഓഫർ പുവർ സ്ക്രീനിങ് എഫക്റ്റ്. അപ്പം ഞാനിവിടെ പറഞ്ഞ പോയിന്റുകൾ, പെനിട്രേഷൻ പവറിന്റെ ഓർഡർ നോക്കുക, SPDF ആണ്. അതേപോലെ സ്ക്രീനിങ് എഫക്റ്റിന്റെ ഓർഡറും SPDF ആണ്. അതിൽ D&F ഈസ് ഹാവിങ് വെരി പുവർ ഷീൽഡിങ് എഫക്റ്റ്, പുവർ സിഗ്മ, ഓക്കെ, പുവർ എസ്. D&F ഓഫേഴ്സ്, ഇത് നിങ്ങൾക്ക് മറ്റ് ചാപ്റ്റർ D&F ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ ഉണ്ട്, ആ ചാപ്റ്ററുകളിലൊക്കെ വളരെ ആവശ്യമാണ്. ഏറ്റവും എഫക്റ്റീവായിട്ട് ഷീൽഡ് ചെയ്യുന്നത് എസും പിയും ആണ്. ഏറ്റവും എഫക്റ്റീവായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നതും എസും പിയും ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഡിക്കും എഫിനും എന്താണ്? പുവർ ഷീൽഡിംഗ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 3 ടേമുകൾ, ഒന്ന് പെനിട്രേഷൻ പവർ, മറ്റൊന്ന് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, മറ്റൊന്ന് സ്ക്രീനിങ് എഫക്റ്റ്. എന്തായിരുന്നു? പെനിട്രേഷൻ പവർ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാണ്. പെനിട്രേഷൻ പവർ, ഇറ്റ് ഈസ് ദ അട്രാക്ഷൻ of an electron towards the nucleus, that is follows S greater than P greater than D greater than F. Okay. രണ്ടാമത്തത് ഷീൽഡിംഗ് എഫക്റ്റ് or screening effect. Okay, that also S greater than P greater than D greater than F ആണ്. Okay, അതിൽ ഇതിനെന്താണ്? പുവർ ഷീൽഡിംഗ് ആണ്, പുവർ ഷീൽഡിംഗ്. അതേപോലെ ഇവിടെ ഇവർക്ക് എന്താണ്? പുവർ പെനിട്രേഷൻ പവർ. അത് ന്യൂക്ലിയസിലേക്കുള്ള അട്രാക്ഷൻ ആണ് പറയുന്നത്. ഇത് ന്യൂക്ലിയസിനെ മറ്റ് ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യുമ്പോൾ തടയുന്നതാണ് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഇത് രണ്ടും എന്താണ്? ഇന്റർ റിലേറ്റഡ് ആണ്. എഫക്റ്റീവ്, ഇത് സിഗ്മ ഓർ എസ് ആണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് എന്ന് വെച്ചാൽ പ്രോട്ടോണിന്റെ എണ്ണമാണ്. ഓക്കെ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് Z effective is equal to ന്യൂക്ലിയർ ചാർജ് മൈനസ് സിഗ്മ or nuclear charge minus S. Okay, this is the point so far we discussed. Hope it is very much clear. Okay, that's all for this session. നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഡിസ്കസ് ചെയ്യും. ഓക്കെ, സ്റ്റഡി വെൽ. താങ്ക് യു.